അസ്സലാമലൈക്കും അൻവറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാ, നല്ല വർത്താനം അഫ്സലാ. എവിടെയുള്ളത്? ഞാൻ എൻ്റെ കമ്പനിയിലുണ്ട്. എടാ, എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട്, അതൊന്ന് ആ ബോക്സിൽ ഇടാൻ പറ്റുമോ? ഇൻഷാ അല്ലാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അസമുല്ല മനം വീശും കാറ്റേ വന്ന് മുഹബത്താലല്ലേ ചിരി തൂകി, പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. വാ വാ, എവിടെയായിരുന്നു? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. എടാ അൻവറേ, നമ്മുടെ പഴയ വസ്ത്രങ്ങളൊന്നും അങ്ങനെ കൂട്ടി വെക്കരുത്. അതെല്ലാം പാവപ്പെട്ട ആളുകൾ കൊടുക്കണം, എങ്കിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും. ഇതും ബോക്സിലിടുകയാണോ? ആടാ, ഇതെനിക്ക് ചേരുന്നില്ല, കാരണം വൈഫ് ബർത്ത്ഡേക്ക് മേടിച്ചു തന്നായിരുന്നു. അപ്പോൾ നമ്മളെക്കാട്ടിയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേക്കും നല്ലത്. അവിടെ അന്ന് ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓക്കെടാ ഓക്കെടാ. അസ്സലാമു അലൈക്കും. സദീഖ് ഭായ്, എവിടെ നിങ്ങളുള്ളത്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ റൂമിലേക്ക് പോകുന്നു. എന്താണ് കാര്യം? എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. എന്തു പറ്റി അൻവർ? ഞാൻ അന്ന് പറഞ്ഞില്ലേ തൊണ്ടവേദനയുടെ കാര്യം, അത് കൂടി വരികയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് പോകാം. ഒരു 10 മിനിറ്റ്. ഓക്കെ, ഞാൻ പാർക്കിങ്ങിൽ വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അബ്ദുള്ളക്ക, ബഷീർക്ക, ഗഫൂർ സാഹിബ്, അഫ്സൽ. ഇന്ന് ഇഫ്താറിന് ഉണ്ടാവില്ല. അൻവറിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്, വന്നിട്ട് അറിയിക്കാം. അൻവർ, എന്താ പുതിയ ടെൻഷൻ? എൻ്റെ സദീഖ് ഭായ്, നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നോരോന്നാണ് വീണ്ടും വരുന്നത്. പെരുന്നാൾ അടുത്ത് വരുന്നു. നാട്ടിലേക്ക് പൈസയൊന്നും അയച്ചിട്ടില്ല. ഭാര്യയ്ക്കും കുട്ടികൾക്കും പെരുന്നാൾ വസ്ത്രങ്ങൾ എല്ലാം വാങ്ങണം. ഒരു ഭാഗത്ത് കടങ്ങൾ തന്നെ. ആളുകളുടെ മെസ്സേജുകൾ കാരണം ഫോൺ എടുക്കാൻ തന്നെ കഴിയുന്നില്ല. പിന്നെ ബാധ്യതകൾ എങ്കിലേതും, കൂടാതെ എൻ്റെ തൊണ്ടവേദനയും. ഗാലക്ക് MCCയുടെ നോമ്പുതുറ നാളെ അല്ലേ? അതെ. നമുക്ക് നേരത്തെ പോകണം, അവിടെ കുറേ പണി ഉണ്ടാകും. ഇൻഷാ അല്ലാ, ഓക്കെ. അതെ, നാളെ ഗാലക്ക് MCCയുടെ ഇഫ്താറിന് എല്ലാവരും നേരത്തെ എത്തണം. നാളെ ജുമ കഴിഞ്ഞ് വിളിക്കാം. നോമ്പ് തിരക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേഗം പോകണം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അൻവറെ,
എവിടെയാണ്? നോമ്പുകാർക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് വേഗം പോകണം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വർക്കാത്ത്. പിന്നെ ഞാൻ കമ്പനിയിലുണ്ട് ഇപ്പോൾ. എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ വഴി വരുമോ? ഓക്കെ ശരി, ഞാൻ വരാം. നീ വേഗം റെഡിയാകും. ഓക്കെ ഇൻഷാ അല്ലാ. അൻവർ എവിടെ? ഞാൻ പാർക്കിങ്ങിലുണ്ട്. ഇതാ എത്തി. رحيم عليم غفار ستار حكيم شكور قدوس سبور الموت في أمن صدري هلاوة السير للحق في السير حبيبة رحيم عليم غفار ستار അൻവർ കളർഫുള്ളായിട്ടുണ്ടല്ലോ. ഇന്ന് വാങ്ങി ഈ ഷർട്ട്, നേരത്തെ കണ്ടിട്ടില്ല. ആ ഇത് നേരത്തെ വാങ്ങിയതാണ്. ഭാര്യയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ. അൻവറെ നീ നടന്നോ, പ്രവർത്തകരെല്ലാം വന്ന് കാണും. ഞാൻ അല്പം കഴിഞ്ഞ് വരാം. ആ ഓക്കെ ശരി. അസ്സലാമു അലൈക്കും സിദ്ദീഖ് ഭായ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്സൽ എവിടെ എത്തി? ഞാൻ റൂയ് സിഗ്നൽ. പിന്നെ ബഷീർ ഖാൻ പറക്ക് എത്തിയോടെ? ആ ബഷീർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അൻവർ അവിടെ കാണും, തിരക്കിലാണ്. വേഗം വാ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. വൈ ഇഫ്താർ പരിപാടി കഴിഞ്ഞ് നല്ല അടിപൊളിയായി ഉണ്ടായിരുന്നു. ബഷീർ ഖാനെ കണ്ട്. അൻവറിനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ ആയിരുന്നു? പറയുന്ന പോലെ അവനെ എവിടെ പോയി, വിളിച്ചു നോക്കട്ടെ. ആ എന്നാ ശരി, വേഗം പോകണം. വൈഫ് വണ്ടിയിലിരിക്കണ്ടേ, നിസ്കരിച്ചിട്ടില്ല. പിന്നെ കാണാം. ഓക്കെ ഇൻഷാ അല്ലാ. ഹലോ അൻവർ, നീ എവിടെ? ആ ഞാൻ നേരത്തെ പോന്നു. എന്തുപറ്റി? നീ എല്ലാം ഒരുക്കി വെച്ചിട്ട് കഴിക്കാതെ പോയോ? അത് സിദ്ദീഖ് ഭായ്, ഒരു വിഷയമുണ്ട്. നേരിൽ പറയാം. ഞാൻ കമ്പനിയിലുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാ, ഞാൻ വരുന്നു. അനു എന്തു പറ്റി? നേരത്തെ ഗേറ്റ് കടന്ന് വന്ന ആളല്ലല്ലോ. സിദ്ദീഖ് ഭായ്, അഫ്സൽ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവൻ ബോക്സിലിടാൻ പറഞ്ഞു തന്ന ഡ്രസ്സിലെ ഒരു ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കണ്ടാൽ മോശമല്ലേ? എൻ്റെ കയ്യിലാണെങ്കിൽ കളർ മങ്ങിയ ഷർട്ടുകളാണ്. അതുപോലെ ബ്രാൻഡഡ് ഷർട്ടുകൾ ഞാൻ അധികം ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇട്ടത്. അതിനെന്താ അനു? അഫ്സലിനോട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? അവൻ പാവപ്പെട്ടവർക്ക് കരുതി തന്നതല്ലേ. അവൻ കുഴപ്പമില്ല, പക്ഷേ അവൻ്റെ വൈഫ് കണ്ടാൽ മോശമാണ്. കാരണം അവൻ്റെ ബർത്ത്ഡേക്ക് അവൾ സമ്മാനിച്ചതാണ് ആ ഷർട്ട്. അവൾ നോമ്പ് തുറക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തില്ല. ഓ അത് ശരി. ഇനിയിപ്പോൾ അവൻ വിളിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കള്ളം പറയേണ്ടി വരും. നീ കള്ളമൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇൻഷാ അല്ലാ, ഞാൻ പോകട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും അഫ്സൽ. വലൈക്കും സ്ലാം സിദ്ദീഖ് ഭായ്. വീട്ടിലെത്തിയോ? ആ എത്തി എത്തി. അതെ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. ഫ്രീ ആണോ? ആ ഫ്രീ ആണ്, പറഞ്ഞോളൂ. ഇന്ന് നോമ്പ് തിരക്ക് എല്ലാ കാര്യത്തിനും അൻവർ അവിടെ ഉണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോൾ അവൻ പോയതാണ്. എന്നെ കണ്ടപ്പോഴോ? അതെന്തേ, എന്താ പ്രശ്നം? നീ ബോക്സിൽ ഇടാൻ കൊടുത്ത ഡ്രസ്സുകളിൽ ഒരു ഷർട്ട് ഇട്ടാണ് അവൻ വന്നത്. അതാണ് അവൻ നിന്നെ കണ്ടപ്പോൾ മാറിയത്. ഏയ് അതിനെന്താ പ്രശ്നം? നമ്മൾ അൻവറല്ലേ? ആ അത് നിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അവൾ കണ്ടാൽ മോശമല്ലേ, അതുകൊണ്ടാണ് അവൻ പോയത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ആ അത് ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അതിനെന്താ, നമ്മൾ അൻവറല്ലേ. ഓൻ്റെ ഒരു കാര്യം. ഓക്കെ പോട്ടെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിമാന പ്രശ്നം ഉണ്ടാകുമല്ലോ. ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ആ പറയൂ സിദ്ദീഖ് ഭായ്, എന്താണ്? ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി അറിയാൻ ഞാൻ എല്ലാവർക്കും കൂടി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വിടാം.
അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ വോയിസ് ഇടുന്നത്. ഈ വോയിസ് ബ്രോഡ്കാസ്റ്റായിട്ട് ബഷീർക്ക, അഫ്സൽ, റിയാസ് എന്നിവർക്കാണ് അയക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അൻവർ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി നമ്മൾ അധികാരം അറിയില്ല. മാത്രമല്ല നമ്മൾ അവൻ്റെ പ്രശ്നങ്ങൾ ആരും അന്വേഷിക്കാറുമില്ല. 1-2 പ്രാവശ്യം ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ അറിയാൻ കഴിഞ്ഞു. ഓലഷെഡിലായിരുന്നു അവരുടെ ജീവിതം. അവിടെ നിന്നാണ് ആദ്യമായി ഒമാനിൽ വരുന്നത്. ചെറിയ ശമ്പളത്തിന് കോഫി ഷോപ്പിലായിരുന്നു ജോലി. കൂടാതെ അധികം വൈകാതെ നാട്ടിലെ കടം തീരുന്നതിന് മുമ്പ് തന്നെ ചെക്കിങ് ശക്തമായതിനാൽ ഇവിടുത്തെ ജോലി ഒഴിവാക്കാൻ അർബാബും പറഞ്ഞു. അങ്ങനെ കടത്തിന്മേൽ കടം ബാക്കിയാക്കി വീണ്ടും നാട്ടിൽ കാന കീറാനും റോഡ് പണിക്കും അങ്ങനെ എല്ലാ പണിക്കും പോയി. പിന്നെയും ബാധ്യത വന്ന് വീണ്ടും ഒമാനിലേക്ക്. അവൻ്റെ ആദ്യത്തെ വീട് ജപ്തി കാരണം നഷ്ടപ്പെട്ട്. അങ്ങനെ ധാരാളം വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവന് ഏകദേശം 25 ലക്ഷത്തോളം രൂപ കടത്തിലാണ്. അവൻ്റെ ചെറിയ ശമ്പളത്തിന് അത് വീട്ടാൻ ഒരുപാട് കാലം വേണ്ടിവരും. അതുകൊണ്ട് നമ്മൾ അൻവറിൻ്റെ കാര്യം പ്രത്യേകം പരിഗണിക്കണം. അതിനാണ് ഞാൻ വോയിസ് ഇട്ടത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അവനെ സഹായിക്കണം. ഇത് പറയാനാണ് മെയിനായിട്ട് ഞാൻ വോയിസ് ഇട്ടത്. നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇത് ഒരു കഥയല്ല, അഭിനയവുമല്ല. ഇതൊരു ജീവിതമാണ്. ഒരു പ്രവാസിയുടെ ആത്മനമ്പരങ്ങളാണ്. ഇതുപോലെ ധാരാളം സഹോദരങ്ങൾ നമുക്കിടയിൽ മുഖത്തെ ചിരിയിൽ വേദനയൊതുക്കി ജീവിക്കുന്നുണ്ട്. ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ചിലപ്പോൾ ഒരു കടൽ ഇരമ്പുന്നുണ്ടാകാം. നഷ്ടപ്പെട്ട ആഘോഷങ്ങളുടെയും കണ്ടുതീരാത്ത മക്കളുടെ വളർച്ചയുടെയും തനിച്ചായി പോയ മാതാപിതാക്കളുടെയും ഓർമ്മപ്പെടുത്തലുകൾ. മരുഭൂമിയിലെ ചൂടിനേക്കാൾ കൊള്ളുന്നതാണ് പലപ്പോഴും പ്രവാസിയുടെ മനസ്സ്. കടൽ കടന്നെത്തിയത് സ്വപ്നങ്ങൾ നെയ്യാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരി വായിക്കാതിരിക്കാൻ കൂടിയാണ്. കൂടിയിരിക്കേണ്ട നേരത്ത് വീഡിയോ കോളിൽ ഒതുങ്ങുന്ന സ്നേഹം. അടുത്തിരിക്കാൻ കൊതിക്കുമ്പോഴും അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവർ. തിരിച്ചു വരുമ്പോൾ നഷ്ടമായത് സ്വന്തം യൗവനവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും മാത്രമാണെന്ന് തിരിച്ചറിയും. നമ്മൾ സുഹൃത്തുക്കൾ പുറത്ത് ഒരുപാട് ചാരിറ്റി ചെയ്യും. പക്ഷേ നമ്മുടെ കൂടെയുള്ള അടുത്ത സുഹൃത്തിൻ്റെ വിവരങ്ങൾ പോലും നമ്മൾ അറിയാറില്ല. അഭിമാന പ്രശ്നം കൊണ്ട് അവരത് പറയാറുമില്ല. അവരെ നമ്മൾ കണ്ടെത്തണം, ചേർത്ത് പിടിക്കണം. നന്ദി.